ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ നമ്മളും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ മുന്നോട്ട് പോവുമല്ല, ഇപ്പോൾ പുറകോട്ടാണ് കേട്ടോ പോണത്. പിന്നെ ചാനലൊക്കെ പൂട്ടിപ്പോണോന്ന് ആലോചിക്കലെടുത്തിരിക്കണം ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ മോനെ പറഞ്ഞയച്ചതിന് ശേഷം അടുക്കളയിൽ വന്ന് നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്ന് പുട്ടാണ് കേട്ടോ കടി. പുട്ടും തലേ ദിവസത്തെ നല്ല മീൻകറി ഉണ്ട്. അപ്പോൾ മീൻകറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. പുട്ടും ഇതാട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പച്ചരി ഉഴുന്നൊന്ന് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചരി ഉഴുന്നും കുറച്ച് ഉലുവയും ഇട്ടിട്ടാണ് കുതിർത്ത് വെക്കണത് കേട്ടോ. അപ്പോൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ ഞാൻ ഉലുവ ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലർ ഇടാറില്ല. അപ്പോൾ ചിലത് ഒരു വെറും ഉഴുന്നും അരിയും അതുപോലെ കുറച്ച് ചോറിട്ട് അരക്കലാണ് ചെയ്യാറ് കേട്ടോ. എല്ലാവരും അല്ല. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് ഉലുവ കൂടുതൽ തന്നെ ഇടും കേട്ടോ. അങ്ങനെ പച്ചരിയൊക്കെ എടുത്ത് ഒന്ന് കഴുകിയിട്ട് നമുക്ക് വെക്കാം. കഴുകിയിട്ട് വെക്കുകയാണെങ്കിൽ വൈകിട്ട് നമുക്ക് അരക്കുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ എന്നും ചെയ്യാറ്, കഴുകിയിട്ടാണ് വെക്കൽ കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ ഒന്ന് ചൂടായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി തലേ ദിവസത്തെ മീൻകറിക്ക് കുറച്ച് കൂടി ടേസ്റ്റ് കൂടുമല്ലേ. അത് എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ്, നമ്മൾ പ്രത്യേകം പറയണമെന്നില്ലല്ലോ അല്ലേ. അങ്ങനെ അവിടെ ചായയും കടിയും പുട്ടൊക്കെ ആയി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് കഴിച്ചാൽ മതി. അപ്പോൾ 2 ദിവസമായി ഞാൻ കുറച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടോ അച്ചാറിടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മളെ സാധാ ഇഞ്ചിയല്ല കേട്ടോ, മാങ്ങഞ്ചിയാണ്. അപ്പോൾ കുറച്ച് മാങ്ങഞ്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ചമുളകും എടുക്കണം കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് സുർക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നാടൻ രീതിയിലുള്ളൊരു അച്ചാറാണ്. നല്ല അച്ചാറ് പൊടിയൊന്നും ഇടാത്തൊരു സിമ്പിളായിട്ടുള്ള അച്ചാർ. പിന്നെ നമുക്ക് എന്നും സോയാബീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറൊന്നും പച്ചക്കറി ഒന്നും ഇവിടെ ഉപ്പേരിക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും സോയാബീൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ആയിക്കുള്ള മസാലയും ഉള്ളിയും ഒക്കെ റെഡിയാക്കിയതാണ്. അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അച്ചാറും പരിപാടി തുടങ്ങാം. അപ്പോൾ ഉലുവ കടുകൊക്കെ ഇങ്ങനെ വറുത്ത് പൊടിച്ച് ഇട്ടൊരു അച്ചാറാണ്. അച്ചാറും പൊടി ഇടണില്ല, ഞാനത് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ സോയാബീനുള്ള ഉള്ളിയും തക്കാളി എല്ലാം വാട്ടി കുറച്ച് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞളും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇതുണ്ടാക്കുമ്പോൾ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ചിക്കൻ മസാല ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ കുറച്ച് വലിയ ജീരകം കേട്ടോ, വലിയ ജീരകവും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു മസാല അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴുകി വാർത്ത് വെച്ച സോയാബീൻ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുത്തത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു തോന്നൽ കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ബാക്കിയായാലും നമുക്ക് രാത്രി കഴിക്കാമല്ലോ. പിന്നെ കറണ്ടടുപ്പിൽ അവിടെ ഞാൻ കുറച്ച് പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ചായ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഇവിടെ മക്കൾക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ ചിലപ്പോൾ കടിക്കും അപ്പമൊക്കെ ഉണ്ടാക്കിയാൽ സോയാബീൻ ഉണ്ടാക്കി കൊടുത്താൽ നല്ല കഴിക്കും കേട്ടോ, ഇഷ്ടമാണ്. പിന്നെ കറിയിലേറെ ഇങ്ങനെ നമ്മൾ വരട്ടിയതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ ഒരു സോയാബീൻ ഒരു വരട്ടും പിന്നെ കറിയൊന്നും ഇല്ലെങ്കിലും മക്കളൊക്കെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ അങ്ങോട്ട് ചോറിൽ ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കും കേട്ടോ. അതുകൊണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വേറെ കറികളൊന്നും ഉണ്ടാക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ സോയാബീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കഷ്ണം പീച്ചയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് താളിപ്പിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ, ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഞാൻ ചോറ് ഊറ്റിയപ്പോൾ
കഞ്ഞിവെള്ളം മൊത്തം കളഞ്ഞിട്ടോ. ഇതിങ്ങനെ ഒരു താളിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ്. ഇവിടെ ഇപ്പോൾ കഞ്ഞിവെള്ളം ആരും അങ്ങനെ കുടിക്കൂല. കുടിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ തന്നെ ഒരു കുറച്ചൊക്കെ കുടിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതും എന്നൊന്നും കുടിക്കില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നിയാൽ ചിലപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാൻ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നും. നമ്മൾ ചോറൊക്കെ ഊറ്റുമ്പോൾ ചൂടുള്ള കഞ്ഞിവെള്ളം ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കുടിക്കാൻ തോന്നില്ലേ. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ കുടിക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളം ഫുള്ളും സിങ്കിൽ ഒഴിച്ച് കളയലാണ്. അപ്പോൾ ഇന്നും അതാണ് പറ്റിയത്. അപ്പോൾ ഇതൊരു താളിപ്പിൻ്റെ കാര്യം അങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഒഴിച്ചില്ല കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കാം. പക്ഷേ പച്ചവെള്ളം ഒരുപാട് ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അങ്ങനെ അത് അവിടെ പച്ചവെള്ളവും കുറച്ച് പാകത്തിന് ഉപ്പൊക്കെ ഒഴിച്ച് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിരിക്കണം കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ മാങ്ങ അച്ചാർ, നല്ല നാടൻ അച്ചാറാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ആരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കുക. നമ്മൾ എന്നും ഈ അച്ചാർ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല കുറുന്നനെ ഉണ്ടാക്കി കഴിക്കുമല്ലോ, മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിലൊരു വ്യത്യസ്തമായിട്ട് ഇന്നൊരു വെള്ളം പോലെ കേട്ടോ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാകുക. ഒരുപാട് തിക്ക് ഉണ്ടാവില്ല. മാങ്ങയിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വെറുതെ കഴിക്കാൻ തന്നെ രസമാണ് കേട്ടോ. അങ്ങനെ അതവിടെ പൊടിച്ച് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും മാങ്ങഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടിയിട്ട് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ കറിവേപ്പില ഇടണം കേട്ടോ. അപ്പോൾ കറിവേപ്പില കൊടുന്ന് തരാൻ ആരും ഇവിടെ നിന്ന് ഒക്കത്തിനും തിരക്കാണ്. അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കറിവേപ്പിലൊക്കെ ഇട്ട് ഉണ്ടാക്കിക്കോളി, നല്ല ടേസ്റ്റാണ് അച്ചാർക്ക്. ഞാനിനി വൈകിട്ട് ഒരു തണ്ട് കറിവേപ്പില അതിൽ വെറുതെ അങ്ങോട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് നമ്മൾ തറവാട്ടിക്കൊക്കെ പോകുമല്ലോ. അങ്ങനെ നമ്മൾ ഇഞ്ചി ഉണ്ടല്ലോ, മാങ്ങഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കൂടുതൽ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അച്ചാറാകുമ്പോൾ അതിന് കുറച്ച് എരിവും പുളിയൊക്കെ വേണ്ടേ. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി കൂടരുത് കേട്ടോ. വെറുതെ പേരിനൊരു നുള്ള്, അല്ലെങ്കിൽ ആ അച്ചാറിലൊരു മഞ്ഞൾപ്പൊടിൻ്റെ കുത്തൽ വരാൻ പറ്റില്ല. ചെറിയൊരു നുള്ള്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ആ എണ്ണയ്ക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്കിനി നമ്മുടെ സുർക്ക ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഞങ്ങളിവിടെ സുർക്ക എന്നാണ് പറയുക, വിനാഗിരി സുർക്ക അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ സുർക്ക കുറച്ച് പറഞ്ഞാൽ മതി. നമ്മൾ മാങ്ങ ഒരു ലേശമല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സുർക്ക കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. അതൊരു തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. മാങ്ങ അരിഞ്ഞു വെച്ചത് മക്കൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ചാറിടാനൊന്നും കിട്ടൂല കേട്ടോ. അവരങ്ങനെ വെറുതെ അങ്ങനെ തിന്നും. ഇത് അച്ചാറിട്ടാലും നമ്മൾ കുറേ ദിവസമൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ അച്ചാറിടുമ്പോൾ ഇതൊരു കുറച്ച് ദിവസം, പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും. അങ്ങനെ നമ്മുടെ സുർക്കയും ഇതൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ തന്നെ. നമ്മൾ അച്ചാറും പൊടി ഇടുന്നതിലേറെ ടേസ്റ്റും തോന്നിയൊരു അച്ചാറാണ്. ഞാനിപ്പോൾ ഇത് 2ാം പ്രാവശ്യമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനത് ഉണ്ടാക്കി അതൊരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ അച്ചാർ കഴിയുകയും ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി ഇതൊക്കെ മെയിൻ സാധനം ഇടണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച സംഭവം ഉണ്ടല്ലോ, ഉലുവയും കടുകും, അതിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കായം ഉണ്ടെങ്കിൽ കുറച്ചിട്ടിട്ട് ഇതുപോലെ കായം വറുത്തിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു മണം തന്നെയാണ് അച്ചാറിന് കിട്ടുക. അല്ലെങ്കിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അപ്പോഴും നല്ലൊരു രസം കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് എല്ലാവരും. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ക്യാമറ ഇപ്പുറത്ത് വെച്ചത് കാരണം എൻ്റെ കൈ മാത്രമാവില്ല കാണുന്നത്, അച്ചാർ ശരിക്കും അങ്ങോട്ട് കാണുന്നില്ലല്ലേ. അപ്പോൾ നമുക്ക് ക്യാമറ വെക്കാനുള്ളൊരു സൗകര്യമില്ല കേട്ടോ. അപ്പുറത്ത് വെച്ചാലൊന്നും ശരിയാവില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ അച്ചാറും പണി കഴിഞ്ഞ് അച്ചാറൊക്കെ കുപ്പിയിലാക്കി വെച്ച് പിന്നെ ഇന്നത്തെ കുക്കിങ്ങും കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ട്, സോയാബീൻ ഉണ്ട്, താളിപ്പും
പിന്നെ രാവിലത്തെ കുറച്ച് ബാക്കി പുട്ടും അതാട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇതാ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇടാറ്, അത് കഴിയുന്നതിനനുസരിച്ച് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള ജോലികളൊക്കെ ഒരുവിധം കഴിഞ്ഞു, ഒരുവിധം അല്ല മുഴുവനും കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തേക്കുള്ള പണികൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 3-4 മണിയാകുമ്പോൾ അരിയൊക്കെ അരച്ച് വെക്കണം. അപ്പോൾ ഒരാളിതവിടെ ഫോണിന് വേണ്ടിയിട്ട് കാത്തിക്കുക കേട്ടോ, സ്കൂളില്ലല്ലോ. അപ്പോൾ അവർക്കിപ്പോൾ ഫുൾ ടൈം ഫോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ നെറ്റ് ഫുള്ളുകൊണ്ട് തീർത്ത് വെക്കും. അപ്പോൾ അതിന് സോപ്പ് ഇടുകയാണ്, തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ പോയി വാ എന്നിട്ട് തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.